അറിവീന്ന മെയ്മാതാ പിതാവരാ ഇറക്കി സുവർഗത്തിൻ അഹദമറാൽ കിരിനൽ സറന്ത ബിൻ മുകളിൽ ഭാവാ കടലിൻ കാരൈ ജിദ്ദ തനിൽ ബി ഹവ്വാ. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിൽ നിന്നും മഹാനായ അബൂനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും തൻ്റെ ഇണയായ ഹവ്വാ ബീവിയെയും അള്ളാഹു ഇവിടുന്ന് താഴോട്ട് പോയിക്കോളൂ, ഭൂമിയിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അട്ടിപ്പായിച്ചു. അങ്ങനെ താഴേക്ക് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ആദ്യമായി മഹാനായ അബൂനാ അബുൽ ബശർ ആദം നബി ഇറങ്ങിയത് ഇന്ത്യ രാജ്യത്തായിരുന്നു. അഥവാ ഇന്ത്യ രാജ്യത്തിൻ്റെ പഴയ ഭൂപടത്തിൽ നാം നോക്കിയാൽ കാണാൻ പറ്റും. അഥവാ ശ്രീലങ്കയിലെ സരന്ദീപ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ആദമ്മല എന്നറിയപ്പെടുന്ന. അവിടെ സരന്ദീബീൻ മുഖേളിൽ ബാവ കടലിൻ കരൈ ജിദ്ദ തനിൽ ബി ഹവ്വ. സിലോണിലെ ആദം മലയിലാണ് മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാം ഇറങ്ങിയത്. ഇന്ന് പുതിയ ഭൂപടം നോക്കിയാൽ കാണൂലിട്ടല്ലേ. പഴയ ഭൂപടം എടുത്തു നോക്കിയാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ അതിർത്തിയിൽപ്പെട്ട സ്ഥലമായിരുന്നു. ഇപ്പോൾ വിഭജനത്തിന് ശേഷം ആണ് മാറിയിട്ടുള്ളത്. ഏതായാലും ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ ജിദ്ദയിലാണ് ഇറങ്ങിയത്. ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിലെ മുമ്പത്തെ ഭൂപടത്തിൽ നോക്കിയാൽ കാണാം സിലോണിലെ ആദം മലയിൽ. അവിടെയാണ് ആദം നബി അലൈഹിസ്സലാം ഇറങ്ങിയത്. എന്നിട്ടോ പൊറുത്താറ് മീഅത്താണ്ട് വസനം തന്നിൽ പിറകെ ഒരു മീത്ത് അറഫ മണ്ണിൽ. അങ്ങനെ 100 വർഷം ആദം നബി അലൈഹി സ്വലാമും ഹവ്വാ ബീവിയും തമ്മിൽ കാണാതെ അങ്ങനെ ജീവിച്ചു. പക്ഷേ ആദം നബി അലൈഹി സ്വലാമിന് ഫസ്റ്റിലിപ്പോൾ മൂസാ നബിയുടെ അടുത്തുണ്ടാകുന്ന വടി ഉണ്ടാകുന്നില്ലേ, ആ വടി ആദം നബി അലൈഹി സ്വലാമിന് അള്ളാഹു ആദ്യമായി സമ്മാനമായി നൽകിയതാണ്. എന്തിനാണ്? ഇവിടെ കാടല്ലേ, കാട്ടിൽ കൂടെയൊക്കെ കൈകാര്യം ചെയ്യണ്ടേ. അതിനല്ലാഹു സ്വർഗത്തു നിന്ന് കൊടുത്ത വടിയാണ്. ആ വടിയാണ് കലീമുല്ലാഹി മൂസാ നബിയിൽ അവസാനം എത്തിച്ചേർന്നത്. ഏതായാലും അതുകൊണ്ട് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കരഞ്ഞുകൊണ്ട് തൻ്റെ പാപം കാരണം കരഞ്ഞുകൊണ്ടും കേടുകൊണ്ടും അതുപോലെ തന്നെ മഹാനായ ആദം നബി അലൈഹി സ്വലാം കഴിഞ്ഞുകൂടിയെന്ന് മാത്രമല്ല 100 വർഷത്തിന് ശേഷമാണ് അറഫയിൽ വെച്ചുകൊണ്ട് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ആദം നബിയും കണ്ടുമുട്ടുന്നത്. അതുകൊണ്ടാണ് അറഫ എന്ന പേര് തന്നെ വരാൻ കാരണം. ഒരുമിച്ച് കൂടിയ സ്ഥലം എന്ന അറഫ എന്ന പേര് വരാൻ കാരണം അതായിരുന്നു. ഏതായാലും മഹാനായ ശുജായി മൊയ്ദ് മുസ്ലിയാർ തൻ്റെ സഫലമാലയിൽ രംഗം വിവരിക്കുന്നു. കരഞ്ഞീട്ടിടതേട്ടം മുതിർത്ത് രണ്ടേ ഖബൂലായുടയവൻ വിധി പോൽ പണ്ടേ ഉണ്ടായിരുപത് ഗർഭത്തിലെ ആണും സ്ത്രീ 40 ദുർപ്പത്തിലെ ഒണ്ടാം ഗർഭത്തിൽ മകൻ കാബീലാം ഉഖ്താളിഖ്ലിമ ഫീനൈ ഹാബീലാം. അങ്ങനെ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആ ആയത്ത് അവർക്ക് തൗബ ചെയ്യാൻ വേണ്ടി അള്ളാഹു ഇട്ടുകൊടുത്തതായിരുന്നു. അങ്ങനെ അള്ളാഹുവിനോട് അവരുടെ പാപങ്ങൾക്കൊക്കെ പാപം മോചനത്തിന് വേണ്ടി തേടി കരഞ്ഞ് 100 വർഷം അങ്ങനെ നടന്ന് അവർ കണ്ടുമുട്ടി. അറഫയിൽ നിന്ന് മാത്രമല്ല, ഉണ്ടായിരുപത് ഗർഭത്തിലെ ആണും സ്ത്രീ 40 ദുർപ്പത്തിലെ അങ്ങനെ 40 കുട്ടികളുണ്ടായി എന്നാണ് പറയുന്നത്. 40 കുട്ടികളൊക്കെ കണ്ടുമുട്ടിയതിന് ശേഷം ഉണ്ടായി. ഫസ്റ്റിൽ 1ാം ഗർഭത്തിൽ മകൻ